മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജീഷ്മ. അപ്പോൾ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾക്കറിയാം, നമുക്ക് LDC +2 ഡിഗ്രി ലെവൽ എക്സാമിന് മലയാളത്തിൽ നിന്നും 13 ടോപ്പിക്കുകളാണ് പഠിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഈ 13 ടോപ്പിക്കുകളിൽ നിന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാം 10 എണ്ണവും കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ, SCERT അതുപോലെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾക്ക് മലയാളം ക്ലാസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിലും യൂട്യൂബ് ചാനലിലുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. യൂട്യൂബ് ചാനൽ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ആ ഒരു ഓർഡറിൽ ലഭിക്കണമെന്നില്ല. ചിലപ്പോൾ വീഡിയോസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കിടക്കുന്നുണ്ടാകാം. കുറേ വീഡിയോസിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് പഠിക്കേണ്ട ആവശ്യം വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ കറക്റ്റായിട്ട് ആ ഒരു ഓർഡറിൽ തന്നെയായിരിക്കും മലയാളം ക്ലാസ്സസ് ഉണ്ടാവുക. ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറക്കണ്ട, ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം. എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഹോം പേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ SCERT NCERT നിങ്ങൾക്ക് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. SCERT പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. പിന്നെ ഇവിടെ ബ്രിസ്റ്റു പ്ലസ് എന്ന് കാണാം. ഇവിടെ ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു പേജ് ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഈ പേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മലയാളം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോഴ്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം ക്ലാസ്സിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ മലയാളം ക്ലാസ് മാത്രമല്ല, നിങ്ങൾക്ക് മാത്സ് ക്ലാസ് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ നോട്ട്സും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ആ നോട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് അത് ഉപയോഗിക്കുക. മലയാളം ക്ലാസ്സസ് എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ വാക്ക് ഏതാണ്? പദശുദ്ധിയിൽ നിന്നുമാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. പദശുദ്ധിയാണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. നമ്മുടെ 13 ടോപ്പിക്കുകളിൽ ആദ്യത്തെ ടോപ്പിക്കായ പദശുദ്ധിയിൽ നിന്നുമാണ്. അപ്പോൾ ആദ്യത്തെ വാക്ക് ഏതാണ്? നിഘണ്ടു ആണ്. നിഘണ്ടു. നിഘണ്ടു എന്നത് ഘടികാരത്തിൻ്റെ ഘായാണ്. അതുപോലെ ചെണ്ടയുടെ ണ്ടായാണ്. ഘടികാരത്തിൻ്റെ ഘായും ചെണ്ടയുടെ ണ്ടായാണ് വരുന്നത്. ഘടികാരം നോക്കിയാണ് നിഘണ്ടു വായിക്കുന്നത്. ഘടികാരം നോക്കിയാണ് എന്ത് വായിക്കുന്നത്? നിഘണ്ടു വായിക്കുന്നത്. നിഘണ്ടുവിന് ഘടികാരത്തിൻ്റെ ഘായും അതുപോലെ ചെണ്ടയുടെ ണ്ടായാണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ എന്താണ്? ഘാതകി അല്ലേ? ഘാതകി. ഘാതകിക്കും വരുന്നത് ഘടികാരത്തിൻ്റെ ഘായാണ് ഘാതകിക്ക് വരുന്നത്. ഓക്കെ, അടുത്തത് ശബ്ദതാരാവലി. ശബ്ദതാരാവലി എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ അതുപോലെ SCERT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പഠിപ്പിച്ചു തരുന്നത്. ഇങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ശബ്ദതാരാവലി. ശബ്ദതാരാവലി എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ശബ്ദം ഓർത്ത് വെക്കുക. ശബ്ദം ഏത് ദായാണ് വരുന്നത്? ഈ ദായാണല്ലേ ശബ്ദത്തിന് വരുന്നത്. അതുപോലെ താരാവലിയാണ്. ശബ്ദ താരാവലിയാണ്. തായാണ്, തത്തയുടെ തായാണ് ശബ്ദ താരാവലിക്ക് വരുന്നത്. അതുപോലെ ശബ്ദം നിശബ്ദത. നിശബ്ദത എന്നെഴുതുന്നത് എങ്ങനെയാണ്? നിശബ്ദത. നിശബ്ദതയ്ക്ക് 2 ഷായുണ്ട്. നിശബ്ദതയ്ക്ക് വരുന്നത് 2 ഷായാണ്. 2 ശബ്ദങ്ങൾ കൂടി ചേരുമ്പോൾ നിശബ്ദത എന്ന് ഓർത്തിരിക്കുക. നിശബ്ദത എന്ന് പറയുമ്പോൾ മൗനമാണ്. പക്ഷേ 2 ശബ്ദങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഇവിടെ നിശബ്ദത ഉണ്ടായത്. 2 ഷായാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ശബ്ദധാരാവലി എന്നതും നിശബ്ദത എന്നതും കണക്ട് ചെയ്തൊന്ന് ഓർത്തിരിക്കുക. ശബ്ദം, ഈ ദായും അതുപോലെ ഇവിടുത്തെ തായും ചിലപ്പോൾ മാറ്റി ചോദിച്ചേക്കാം. ഓക്കെ, അടുത്തത് കുടുംബം. കുടുംബം എന്നുള്ളത് കൂടുമ്പോൾ ഇമ്പമുള്ളതല്ലേ കുടുംബം? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഇവിടെ കൂടിയിരിക്കുകയാണ് അല്ലേ? കുടുംബം കൂടിയിരിക്കുകയാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ കുടുംബം. അതുപോലെ കുടുംബിനി. കുടുംബിനി, ഈ വാക്കുകൾ ഓർത്തിരിക്കുക. കുടുംബം എന്നതിന് ഏത് ബായാണ് വരുന്നത്? ബിരിയാണിയുടെ ബായാണല്ലേ? ബിരിയാണിയുടെ ബായാണ് വരുന്നത്. കൂടിയിരിക്കുമ്പോൾ കുടുംബത്തോടൊപ്പം ചേർന്ന് ബിരിയാണിയാണ് കഴിച്ചത്. എന്താണ് കഴിച്ചത്? ബിരിയാണിയാണ്. കൂടിയിരിക്കുമ്പോൾ കുടുംബക്കാർ എല്ലാവരും ബിരിയാണിയാണ് കഴിച്ചത്. കുടുംബത്തിന് ഈ ബായാണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ പ്രാരബ്ധം. ഒത്തിരി തവണ നമ്മൾ പറയാറുള്ളതാണ്, പ്രാരാബ്ധമാണ് എനിക്ക് അല്ലെ, വലിയ പ്രാരാബ്ധമാണ് എനിക്ക്. പ്രാരാബ്ധമല്ല, പ്രാരബ്ധമാണ്. പ്രാരബ്ധം.
പ്രാരബ്ധം ദ. പ്രാരബ്ധം വരുമ്പോൾ നമുക്ക് എന്താണ്? നമ്മൾ മേപ്പോട്ട് നോക്കിയിരിക്കുമല്ലേ, അപ്പൊ പ്രാരബ്ധം മേപ്പോട്ട് നോക്കി നിൽക്കുന്ന ദായാണ് പ്രാരബ്ധത്തിന് വരുന്നത്. മേപ്പോട്ട് നോക്കി നിൽക്കുന്ന ദായാണ് വരുന്നത്. പ്രാരാബ്ധമല്ല, പ്രാരബ്ധമാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് പ്രാരംഭം. പ്രാരംഭം എന്ന് എഴുതുന്നത് എങ്ങനെയാ? പ്രാരംഭം. പ്രാരംഭം എന്ന് വെച്ചാൽ എന്താ? ആരംഭമാണ്. പ്രാരംഭം എന്ന് വെച്ചാൽ ആരംഭമാണ്. അപ്പൊ ആരംഭത്തിന്റെ ബ ഏതാണ്? ഭരണിയുടെ ബ അല്ലെ? ഈ ബായാണ് പ്രാരംഭത്തിന്, തുറന്നിരിക്കുന്ന ബായാണ്. പ്രാരംഭം തുറന്നിരിക്കുന്ന ബായാണ് വരുന്നത്. അതുപോലെ നമുക്ക് മറ്റൊരു വാക്കാണ് പ്രക്ഷുബ്ധം. പ്രക്ഷുബ്ധം എന്ന എങ്ങനെയാ എഴുതുക? പ്രക്ഷുബ്ധം. പ്രക്ഷുബ്ധത്തിന്റെ ദായും ഏതാണ്? മേപ്പോട്ട് നോക്കി നിൽക്കണ ദായാണ്. പ്രക്ഷുബ്ധത്തിന്റെ ദായം വരുന്നത് മേപ്പോട്ട് നോക്കി നിൽക്കുന്ന ദായാണ് വരുന്നത്. അടുത്തത് യാഥാസ്ഥിതികം. യഥാസ്ഥിതികമല്ല, യാഥാസ്ഥിതികമാണ്. അവിടെ ദീർഘം വരുന്നുണ്ട്. യാഥാസ്ഥിതികമാണ് വരുന്നത്. അതുപോലെ രഥത്തിന്റെ ദായാണ് ഇവിടെ വരുന്നത്. യാഥാസ്ഥിതികം എന്നതിന് രഥത്തിന്റെ ദായാണ് വരുന്നത്. അതുപോലെ ദീർഘമുണ്ട്, യാഥാസ്ഥിതികമാണ്. അതുപോലെ യഥേഷ്ടം. യഥേഷ്ടം എന്നതിന് ഏത് ദായ വരുന്നത്? രഥത്തിന്റെ ദായാണ് യഥേഷ്ടം. യഥേഷ്ടം എന്നത് രഥത്തിന്റെ ദായാണ് വരുന്നത്. അതുപോലെ യഥാർത്ഥം, യഥാചിതം, ഇതിനെല്ലാം ഏത് ദായാണ്? രഥത്തിന്റെ ദായാണ് വരുന്നത്. യഥാർത്ഥം, യഥാചിതം, യഥാതഥം, യഥോചിതം, ഇതിനെല്ലാം രഥത്തിന്റെ ദായാണ് വരുന്നത്. അടുത്തത് ദശരഥൻ. ദശരഥനും ഏത് ദായാണ്? രഥത്തിന്റെ ദായാണ് ദശരഥന് വരുന്നത്. ദശരഥന് രഥത്തിന്റെ ദായാണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നന്നായിട്ട് പഠിച്ചു വെക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് യഥേഷ്ടം. യഥേഷ്ടം എന്നതിനും രഥത്തിന്റെ ദായാണ് വരുന്നത്. നമ്മളിവിടെ പറഞ്ഞു അല്ലെ, യഥേഷ്ടം രഥത്തിന്റെ ദായാണ് വരുന്നത്. യഥാതഥം. യഥാതഥം രഥത്തിന്റെ ദായാണ് ഇവിടെ വന്നിരിക്കുന്നത്. യഥാതഥം രഥത്തിന്റെ ദായാണ് വന്നിരിക്കുന്നത്. അടുത്തത് സതീർത്ഥ്യൻ. സതീർത്ഥ്യൻ എന്ന് വെച്ചാൽ എന്താണ്? കൂട്ടുകാരൻ. സതീർത്ഥ്യൻ കൂട്ടുകാരനാണ്. സതീർത്ഥ്യൻ എന്ന് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? ഏത് തായാണ്? താ പ്ലസ് ദായാണ് അല്ലെ സതീർത്ഥ്യൻ. താ പ്ലസ് ദാ ആണ് വരുന്നത് സതീർത്ഥ്യൻ. അടുത്തത് തഥാഗതൻ. തഥാഗതൻ എന്ന് പറയുന്നത് നിഷ്കളങ്കമായ ജ്ഞാനത്തോട് കൂടിയവൻ. തഥാഗതൻ. തഥാഗതനും ഏതാണ്? രഥത്തിന്റെ ദായാണ് വരുന്നത്. അടുത്തത് അതിഥി. അതിഥി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തന്നായിരുന്നു, തവള. തവളയുടെ അല്ലെങ്കിൽ തത്തയുടെ ത, രഥത്തിന്റെ ദ. തത്ത, രഥം. ഓർത്ത് വെക്കുക. അതിഥി ഫസ്റ്റ് വരുന്നത് തത്ത, അത് കഴിഞ്ഞിട്ട് ദ, രഥം, അതിന്റെ ദായാണ് വരുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, അതിഥി, തഥാഗതൻ, സതീർത്ഥ്യൻ, അതുപോലെ യഥേഷ്ടം, യഥാതഥം, ദശരഥൻ, യാഥാസ്ഥിതികം, യഥേഷ്ടം, ഇതിനെല്ലാം വരുന്ന ഏതാണ്? ദാ, രഥത്തിന്റെ ദായാണ് വരുന്നത്. അടുത്തത് ഗ്രന്ഥം. ഗ്രന്ഥം എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ഗ്രന്ഥം മനസ്സിലാക്കി വെക്കുക. ധായാണ് അവസാനം വരുന്നത്. ഗ്രന്ഥത്തിന് ധായാണ് അവസാനം വരുന്നത്. അടുത്ത മന്ദര. മന്ദര ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, കൂനുള്ള എന്ന അർത്ഥം വരുന്ന പദം ഏത്? അപ്പൊ ഏതാണ്? മന്ദരയാണ്. കൂനുള്ള എന്ന അർത്ഥം വരുന്ന പദം വരുന്നത് മന്ദരയാണ്. മന്ദര. ഇവിടെ ഒരു കൂനുണ്ടല്ലേ, ഇവിടെ ഒരു കൂനുണ്ട്. കൂനുള്ള എന്ന് അർത്ഥം വരുന്ന ദാ ഏതാണ്? മന്ദരയാണ്. ഇതൊരു കൂനാണ്. കൂനുള്ള, മന്ദര. അടുത്തത് അസ്തമയം. അസ്തമയം നമ്മൾ എങ്ങനെ ഓർത്തിരിക്കാം? അസ്തമനം എന്നും ചോദിക്കാറുണ്ട്, അസ്തമയം എന്നും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ അസ്തമനം, അസ്തമയം അത് രണ്ടുമാണ് നമുക്ക് സംശയം ഉണ്ടാക്കുന്ന വാക്ക്. അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ അസ്തമയം, അസ്തമിക്കുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു മയത്തിലാണ്, എല്ലാം ഒരു മയത്തിലാണ് ഉള്ളത് അല്ലേ? സൂര്യൻ അസ്തമിക്കുമ്പോൾ എല്ലാം ഒരു മയത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അസ്തമനം അല്ല, അസ്തമയം ആണെന്ന് ഓർത്തു വെക്കുക. സൂര്യൻ അസ്തമിക്കുമ്പോൾ എല്ലാം ഒരു മയത്തിലായിരിക്കും. അസ്തമയം. ഓക്കെ. അടുത്തത് അതിർത്തി. അതിർത്തി എങ്ങനെയാണ്? ആ തീ ആണ് കേട്ടോ. അതിർത്തി എന്നാണ്. ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ഈ തന്നേക്കാം, അതിർത്തി എന്ന് പറഞ്ഞ് തന്നേക്കാം. പക്ഷെ അത് തെറ്റായിട്ടുള്ളതാണ്. ഏത് തീയാണ് കറക്റ്റ്?
ഇവിടെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതിർത്തിയാണ് കേട്ടോ. അടുത്തത് വാങ്മയം. വാങ്മയം ഒരു മയത്തിൽ നമ്മൾ വാങ്ങിക്കുകയാണ്, അങ്ങനെ ഓർത്തു വെക്കുക. വാങ്മയം ഒരു മയത്തിലാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അടുത്തത് തൊങ്മാംസം. തൊങ്മാംസം ഏതാണ്? ആ തന്നെയാണ് വരുന്നത്. വാങ്മയത്തിന്റെ തന്നെയാണ് തൊങ്മാംസത്തിലും വരുന്നത്. വാങ്മയം, തൊങ്മാംസം ഇതെല്ലാം ഒരേപോലെയാണ് വരുന്നത്. അടുത്തത് ത്വക് രോഗം. ത്വക് രോഗം ഗ ആണ് കേട്ടോ, ഗായാണ്. ത്വക് രോഗം ത്വക്കല്ല, ത്വക്ക് രോഗമല്ല, ത്വക് രോഗമാണ് വരുന്നത്. ത്വക് രോഗം. അടുത്ത സമകാലികൻ. സമകാലികനാണ്. കാലി സമകാലികൻ, സമകാലിയാണ്. സമകാലൻ എന്ന് ചോദിച്ചേക്കാം. സമകാലനല്ല, സമകാലികൻ. കാ കഴിഞ്ഞിട്ട് ഒരു ലീ ഉണ്ട്, അത് കഴിഞ്ഞ് പിന്നെയും ഒരു കാ വരുന്നുണ്ട്. കാ കഴിഞ്ഞ് ഒരു ലീ, അത് കഴിഞ്ഞ് പിന്നെയും ഒരു കാ വരുന്നുണ്ട്. കാലികൻ. അടുത്തത് വായ്പ നയം. വായ്പാ നയമല്ല, വായ്പ നയമാണ്. നമുക്കിവിടെ ദീർഘം വേണ്ട, ഇവിടെ ദീർഘം ആവശ്യമില്ല. വായ്പ നയമാണ്. ഒരു നയത്തിലൊക്കെയാണ് നമ്മൾ എന്ത് വായ്പ എടുക്കുന്നത്. മെല്ലെ കുറച്ച് എടുക്കാറുള്ളൂ, കൂടുതൽ എടുക്കാറില്ല. ദീർഘം വരുമ്പോൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും വായ്പ എടുക്കുന്നില്ല, കുറച്ച് വായ്പയെ എടുക്കുന്നുള്ളൂ. അപ്പോൾ വായ്പാ നയമല്ല, വായ്പ നയമാണ്. വായ്പ നയം. അടുത്തത് വായനശീലം. വായനാശീലമല്ല, അതും അതുപോലെ നമുക്ക് ഓർത്ത് വയ്ക്കാം. വായ്പാ നയം കുറച്ച് നമ്മൾ വായ്പ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ വായനാശീലമല്ല, വായനശീലമാണ്. നമ്മൾ കുറച്ച് മാത്രമേ വായിക്കുന്നുള്ളൂ. വായനശീലം കുറച്ച് മാത്രമേ നമ്മൾ വായ്പ എടുക്കുന്നുള്ളൂ, അതുപോലെ കുറച്ച് മാത്രമേ നമ്മൾ വായിക്കാറുമുള്ളൂ. അടുത്തത് അസ്ഥിവാരം. അസ്ഥിവാരം. അസ്ഥിവാരത്തിന് ഏത് തായാണ് വരുന്നത്? ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് അസ്ഥികൂടം, അതുപോലെ അസ്ഥിവാരം. അസ്ഥികൂടം എന്ന് പറയുമ്പോൾ ഈ ധായാണ് വരുന്നത്. അസ്ഥികൂടം അതുപോലെ അസ്ഥി എന്നതിന് ഈ ധായാണ്, രഥത്തിന്റെ ധായാണ് വരുന്നത്. അതുപോലെ അസ്ഥിവാരം, അസ്ഥിവാരം അസ്ഥിവാര്യാണ്. അസ്ഥിവാരം എന്നതിന് ഈ തായാണ് വരുന്നത്. ഓക്കെ. അടുത്തത് അസന്നിഗ്ധം. അസന്നിഗ്ധം എന്ന് പറയുമ്പോൾ ഇവിടെ ചിലപ്പോൾ ഇങ്ങനെയുള്ള നായായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക. ആ നായ അല്ല വരുന്നത്. അസന്നിഗ്ധം എന്നത് ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഓർത്ത് വെക്കുക. അസന്നിഗ്ധം. സന്നിഗ്ധം ഗ പ്ലസ് ദായാണ് അസന്നിഗ്ധം. അടുത്തത് മണലരണ്യം. മണലരണ്യമാണ് വരുന്നത്. മണലാരണ്യമല്ല, മണലരണ്യമാണ്. പല വാക്കുകളും നമ്മൾ കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്ന പല വാക്കുകളും തെറ്റായിട്ടുള്ളവയാണ്. ഈ വാക്കുകളെല്ലാം ശുദ്ധീകരിക്കുന്നതാണ് പദശുദ്ധി. അപ്പൊ മണലാരണ്യം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. മണലാരണ്യമല്ല, മണലരണ്യമാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. മണലരണ്യം. അടുത്തത് ധാർഷ്ട്യക്കാരൻ. ധാർഷ്ട്യക്കാരൻ. ധാർഷ്ട്യക്കാരൻ എന്ന് വെച്ചാൽ എന്താണ്? അഹങ്കാരമുള്ള ആളാണ് ധാർഷ്ട്യക്കാരൻ. ഈ ധാർഷ്ട്യക്കാരന് ഭയങ്കര അഹങ്കാരമാണ്. അതുകൊണ്ടാണ് എന്ത് മേപ്പോട്ട് നോക്കി നിൽക്കണം. ഭയങ്കര അഹങ്കാരമാണ് ആർക്ക്? ധാർഷ്ട്യക്കാരന്. അതുകൊണ്ടാണ് ആ ഒരു ധാർഷ്ട്യക്കാരൻ മേപ്പോട്ട് നോക്കി നിൽക്കുന്നത്. ആരോട് സംസാരിക്കൂല ആ ധാർഷ്ട്യക്കാരൻ. മേപ്പോട്ട് എപ്പോഴും നോക്കി നിൽക്കുകയാണ്. അഹങ്കാരം പിടിച്ച് അങ്ങനെ മേപ്പോട്ട് നോക്കി നിൽക്കുകയാണ്. അടുത്തത് നാസ്തികൻ. നാസ്തികൻ എന്ന് പറയുന്നത് ഏത് തായാണ്? നാസ്തികൻ. നാസ്തികൻ തായാണ് വരുന്നത്. നാസ്തികൻ തായാണ് വരുന്നത്. അടുത്ത സാന്ദ്ര സൗഹൃദം. സാന്ദ്ര സൗഹൃദം. സാന്ദ്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കൂടിച്ചേർന്ന ക്ലോസ് ആയിട്ടുള്ള സൗഹൃദമാണ് സാന്ദ്ര സൗഹൃദം എന്ന് ഉദ്ദേശിക്കുന്നത്. സാന്ദ്ര സൗഹൃദം ഓർത്തു വെക്കുക. അടുത്തത് അനന്തരവൻ. അനന്തിരവനല്ല, അനന്തരവനാണ്. അതുപോലെ തന്നെയാണ് അനന്തരവൾ. അനന്തരവൾ. ഓക്കെ. അനന്തരവൻ അതുപോലെ അനന്തരവൾ. ദി അല്ല, ദാ മാത്രമേ ഉള്ളൂ, വള്ളിയില്ല. അനന്തരവൾക്കും അതുപോലെ അനന്തരവനും വള്ളി ആവശ്യമില്ല. അടുത്ത രൂക്ഷം. രൂക്ഷമല്ല, രൂക്ഷമാണ് വരുന്നത്. രൂക്ഷമല്ല, രൂക്ഷം. രൂക്ഷമാണ്. അടുത്തത് കയ്യാമം. കയ്യാമം. കയ്യാമം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ വിചാരിക്കും യായ്ക്ക് എന്തുണ്ട്? ഇവിടെ ഇങ്ങനെ ഒരു കുനിപ്പ് വരുന്നുണ്ടെന്ന് വിചാരിക്കൂലേ? കയ്യാമം എന്നതിന് ഒരു കുനിപ്പ് വരുന്നുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ കയ്യാമത്തിന് അങ്ങനെയല്ല എഴുതുക. ഇത് കയ്യാമം ഇങ്ങനെ മാത്രമേ വരുന്നുള്ളൂ. കയ്യാമം വെറുതെയുള്ള യാ ആണ് കയ്യാമം. അതുപോലെ കയ്യക്ഷരം. കയ്യക്ഷരം എന്ന് എഴുതുമ്പോഴും എങ്ങനെയാണ്?
തനിച്ചുള്ള യ ആണ് കൈയക്ഷരം. കൈയക്ഷരം അതുപോലെ കൈയാമം ഇതെല്ലാം തനിച്ചുള്ള യ ആണ്. അതുപോലെ യൗവനം, യൗവനം ഇതും ഒരു വായ്ക്ക് താഴെ കുനിപ്പ് വേണ്ട. യൗവനം വെറുതെ എഴുതുന്നതാണ്. യൗവനം എന്നതും വെറുതെ എഴുതുന്ന വായാണ്. അടുത്തത് നമുക്ക് ജോഡി. ജോഡി എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? ഡ. ഏത് ഡായാണ്? വളഞ്ഞിട്ടുള്ള ഡായാണ് അല്ലെ, മേപ്പോട്ട് വളഞ്ഞിട്ടുള്ള ഡായാണ് ജോഡിക്ക് വരുന്നത്. മേപ്പോട്ട് വളഞ്ഞിട്ടുള്ള ഡായാണ് ജോഡിക്ക് വരുന്നത്. അടുത്ത അവസ്ഥ. അവസ്ഥ എന്നതും രഥത്തിൻ്റെതായാണ് വരുന്നത്. അവസ്ഥ എന്നതിന് രഥത്തിൻ്റെ ദായാണ് വരുന്നത്. എൻ്റെ ഒരു അവസ്ഥ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാം അക്ഷരങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിയണമെന്നില്ല. അപ്പോൾ അവസ്ഥ എന്നത് എങ്ങനെയാണ് എഴുതുന്നത്? രഥത്തിൻ്റെ ദായാണ് അവസ്ഥ. കവിൾത്തടം. കവിൾത്തടം എന്ന് എഴുതുമ്പോൾ ത ആണ് വരുന്നത്. കവിൾ തടമാണ് കേട്ടോ. നമുക്ക് രണ്ട് കവിളുണ്ടല്ലേ, അപ്പോൾ കവിൾ തടം ത, രണ്ട് ത ആണ്, രണ്ട് കവിളാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ കവിൾ തടം രണ്ട് ത ആണ്. അടുത്തത് അനർഘം. അനർഘം എന്ന് എഴുതുമ്പോഴും ഘടികാരത്തിന്റെ ഗായാണ് വരുന്നത്. അനർഘം ഘടികാരത്തിന്റെ ഗായാണ് വരുന്നത്. അടുത്തത് ദീർഘകന്ധരം. ദീർഘകന്ധരം. ദീർഘകന്ധരം എന്ന് എഴുതുമ്പോൾ ഘടികാരത്തിന്റെ ഗായാണ് വരുന്നത്. ദീർഘം ഘടികാരത്തിന്റെ ഗായാണ്. അതുപോലെ കന്ധരം. കന്ധരം എന്ന് വെച്ചാൽ എന്താണ്? കന്ധരം എന്ന് വെച്ചാൽ കഴുത്ത് അല്ലെങ്കിൽ തൊണ്ട എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ദീർഘകന്ധരം എന്ന് പറയുമ്പോൾ നീളമുള്ള കഴുത്ത് എന്നാണ് അർത്ഥം വരുന്നത്. കന്ധരം എന്ന് വെച്ചാൽ കഴുത്താണ്. അപ്പോൾ കഴുത്തിന്റെ കാ, കഴുത്തിന്റെ കായാണ് കന്ധരത്തിൽ വരുന്നത്. ദീർഘകന്ധരം. അടുത്തത് പാദസരം. പാദസരമാണ് കേട്ടോ, പാദസ്വരമല്ല, പാദസരമാണ്. പാദത്തിൽ സരിക്കുന്നതാണ് പാദസരം. പാദസരം. അടുത്തത് ചിതൽ. ചെതലല്ല, ചിതലാണ്. ചെതലല്ല, ചിതൽ. ചിതൽ എന്നാണ് പറയുന്നത്. ചിതറിക്കിടക്കുന്നത്, ചിതറിക്കിടക്കുന്നത് ചിതൽ. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ചെലവ്. ചിലവ് എന്നല്ല പറയുക, ചെലവ് എന്നാണ് പറയുന്നത്. ചിലവല്ല, ചെലവ് എന്നാണ് പറയുന്നത്. അടുത്തത് സ്വപരിശ്രമം. സ്വപരിശ്രമം അതുപോലെ സ്വയം പരിശ്രമം എന്ന് പറയാറുണ്ട്. സ്വപരിശ്രമം അല്ലെങ്കിൽ സ്വയം പരിശ്രമം. ഓക്കെ. അതുപോലെ തന്നെ സ്വയം രക്ഷ, സ്വരക്ഷ. സ്വയം രക്ഷ അഥവാ സ്വരക്ഷ. ഓക്കെ. അപ്പോൾ കവിൾത്തടം എന്നത് കവിൾ, രണ്ട് കവിളുണ്ട്. അപ്പോൾ ത ആണ് വരുന്നത്. രണ്ട് ത, കവിൾത്തടം. അതുപോലെ അനർഘം ആണ്, ഘടികാരത്തിന്റെ ഗായാണ് വരുന്നത്. അടുത്ത ദീർഘകന്ധരം. ദീർഘ ഘടികാരത്തിന്റെ ഗ, അതുപോലെ കന്ധരം കഴുത്ത്, കഴുത്തിന്റെ കായാണ് വരുന്നത്. അടുത്തത് പാദസരം. പാദസരമാണ്, പാദത്തിൽ സരിക്കുന്നത്. അടുത്തത് ചിതലാണ്, ചിതറിക്കിടക്കുന്നത് ചിതൽ. ചെലവാണ്, ചിലവല്ല ചെലവാണ്. അടുത്തത് സ്വപരിശ്രമം. സ്വപരിശ്രമം അഥവാ സ്വയം പരിശ്രമം. അടുത്തത് സ്വയം രക്ഷ അല്ലെങ്കിൽ സ്വരക്ഷ. സ്വയം രക്ഷ അല്ലെങ്കിൽ സ്വരക്ഷ. ഓക്കെ. അടുത്തത് കവയിത്രി. കവയിത്രി എന്ന് പറയുമ്പോൾ കവി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വള്ളിയാണുള്ളത്. കവി എന്ന് എഴുതുമ്പോൾ കവി എന്ന് എഴുതുമ്പോൾ നമുക്ക് ഒരു വള്ളിയാണ് വരുന്നത്. അതുപോലെ കവയിത്രി എന്ന് എഴുതുമ്പോൾ രണ്ട് വള്ളി വരുന്നുണ്ട്. കവയിത്രിക്ക് രണ്ട് വള്ളിയാണ് വരുന്നത്. കവി എന്ന് പറയുമ്പോൾ ഒരു വള്ളിയേ ഉള്ളൂ. കവയിത്രിക്ക് അവസാനം രണ്ട് വള്ളി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഓപ്ഷനിൽ കവി, കവ എന്നുള്ളതിൻ്റെ അവിടെ ഒരു വള്ളി ഇട്ടിട്ട് ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ അതായിരിക്കും ചിലപ്പോൾ ചൂസ് ചെയ്യുക. കവിയത്രി എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചൂസ് ചെയ്യുക. അതല്ല വരുന്നത്. ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. കവി എന്നതിന് അവസാനം ഒരു വള്ളിയും കവയിത്രി എന്നതിന് അവസാനം രണ്ട് വള്ളിയുമാണ്. അവസാനത്തിൽ നിന്ന് എണ്ണുക, ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന്, അങ്ങനെ അവസാനം രണ്ട് വള്ളിയാണ് വരുന്നത്. കവയിത്രിയാണ്, കവയിത്രി. അടുത്തത് ജനയിത്രി. ജനയിത്രി എന്ന് പറയുന്നതും അവസാനമാണ് രണ്ട് വള്ളി വരുന്നത്. അവസാനമാണ് രണ്ട് വള്ളി വരുന്നത്. ഓക്കെ. ജനയിത്രി അവസാനം രണ്ട് വള്ളിയാണ് വരുന്നത്. അതേപോലെ കവയിത്രി എന്ന് പറയുന്നതും അവസാനമാണ് രണ്ട് വള്ളി വരുന്നത്. അടുത്തത് ഏഴര ശനി. ശനി എന്ന് വെച്ചാൽ എന്താണ്? ശനി ഭയങ്കര കൊടിയ കഷ്ടകാലമാണല്ലേ. ശനി എന്ന് പറയുമ്പോൾ ഭയങ്കര കഷ്ടകാലം പിടിച്ച
ഒരു ടൈമാണ്. അപ്പോൾ കഷ്ടപ്പാടിൻ്റെ മേലെ നമുക്ക് കഷ്ടപ്പാടാണ്. അപ്പോൾ 2 ശായാണെന്ന് ഓർത്ത് വെക്കുക. 7:30 ശനി. 7:30 ശനി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കഷ്ടകാലമാണ്. അപ്പോൾ 7:30 ശനി എന്നുള്ളത് 2 ശായാണ്. അടുത്തത് ബീഭത്സമാണ്. ബീഭത്സമാണ്. ബി ഭ ഭരണിയുടെ ബായാണ് വരുന്നത്. അടുത്തത് ഔത്സുക്യം. ഔത്സുക്യം ഏത് സായാണ്? ഔത്സുക്യം ഈ സായാണ് വരുന്നത്. ഔത്സുക്യം. അടുത്തത് ഉത്സവം. ഉത്സവം എന്ന് പറയുമ്പോഴും നമുക്ക് ഏത് സായാണ് വരുന്നത്? ഉത്സവം എന്ന് പറയുമ്പോഴും ഈ സായാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആഴ്ചപ്പതിപ്പ് അടുത്തതാണ്. ആഴ്ചപ്പതിപ്പ്. ആഴ്ചപ്പതിപ്പിന് ഇവിടെ ആഴ്ച എന്നത് ചായ അല്ല വരിക, സാധാരണ ചായയാണ്, ഒരു ചാ മാത്രമേ ഉള്ളൂ. ആഴ്ച പതിപ്പ്. പതിപ്പ് എന്ന് പറയുമ്പോൾ 2 പാ വരുന്നുണ്ട്. ആഴ്ച പതിപ്പ് ഒരു ചായാണ്, ഇവിടെ 2 പാ വരുന്നുണ്ട്. ഒരു ചായും 2 പായുമാണ് ആഴ്ച പതിപ്പിന് വരുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കവിക്ക് ഒരു വള്ളി അവസാനം ഒരു വള്ളിയേ ഉള്ളൂ. കവയിത്രിക്ക് അവസാനം 2 വള്ളി വരുന്നുണ്ട്. അതുപോലെ ജനയിത്രിക്കും അവസാനം 2 വള്ളി വരുന്നുണ്ട്. 7:30 ശനി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു കഷ്ടകാലമാണ്. അപ്പോൾ അവിടെ 2 ശാ വരുന്നുണ്ട്. ബീഭത്സം എന്ന് പറയുന്നത് ബിരിയാണിയുടെ ബായും അതുപോലെ അടുത്തത് വരുന്ന ഏതാ? ഭരണിയുടെ ബായുമാണ് വരുന്നത്. അടുത്ത ഔത്സുക്യമാണ് വരുന്നത്. ഉത്സവമാണ്. ആഴ്ച പതിപ്പാണ്. ആഴ്ച പതിപ്പാണ്, ഒരു ചായയേ ഉള്ളൂ. അതുപോലെ 2 പായാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അടുത്തത് പരിണത ഫലം. പരിണത ഫലമാണ്. പരിണിത ഫലമല്ല, പരിണത ഫലമാണ്. ഇവിടെ വള്ളി വരുന്നില്ല. പരിണത ഫലമാണ്. ഓക്കെ, അടുത്തത് കണ്ടുപിടിത്തം. കണ്ടുപിടുത്തമല്ല, പിടുത്തം അല്ല, പിടിത്തമാണ്. കണ്ടുപിടിത്തം പിടിക്കുക, കണ്ടുപിടിക്കുക. അപ്പോൾ കണ്ടുപിടിത്തമാണ്. അടുത്തത് അത്ഭുതം. അത്ഭുതം അത്ഭുതത്തോടെ നോക്കുക, അത്ഭുതം. അടുത്തത് അത്ഭുതം എന്ന് എഴുതുന്നത് എങ്ങനെയാ? തത്തയുടെ തായും അതുപോലെ ഭരണിയുടെ ബായുമാണ് അത്ഭുതം. അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. അടുത്തത് ജഗത്രയം. ജഗത്രയം. ജഗത്രയം എന്നെഴുതുന്നത് ഏത് ഗായാണ്? വളഞ്ഞിട്ടുള്ള ഗായാണ് ജഗത്രയം. ഓക്കെ, അടുത്തത് ബാഷ്പാഞ്ജലി. ബാഷ്പാഞ്ജലി എന്നെഴുതുമ്പോൾ ആദ്യം ന്യായാണ് വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ജാ വരുന്നത്. ആദ്യം ന്യായാണ്, അത് കഴിഞ്ഞിട്ടാണ് ജാ വരുന്നത്. ബാഷ്പാഞ്ജലി. ബാഷ്പാഞ്ജലി. ഓക്കെ, ഇവിടെ പാ ഒരു പായേ വരുന്നുള്ളൂ. ബാഷ്പാഞ്ജലിക്ക് ഒരു പായും അതുപോലെ ഞാ കഴിഞ്ഞിട്ടാണ് ജാ വരുന്നത്. ബാഷ്പാഞ്ജലി. അടുത്തത് ഗൂഢമന്ത്രം. ഗൂഢമന്ത്രം. ഗൂഢ. ഗൂഢ എന്നത് കെട്ടുള്ള ഢായാണ് ഗൂഢമന്ത്രത്തിന് വരുന്നത്. കെട്ടുള്ള ഢായാണ് ഗൂഢമന്ത്രത്തിന് വരുന്നത്. അടുത്ത ശിപാർശ. ശുപാർശയല്ല, ശിപാർശയാണ്. ശിപാർശ. ഓക്കെ, ശിപാർശ. ഓക്കെ, അപ്പോൾ ഇവിടെ പരിണത ഫലമാണ്, കണ്ടുപിടിത്തമാണ്, അത്ഭുതമാണ്, ജഗത്രയമാണ്, ബാഷ്പാഞ്ജലിയാണ്, ഗൂഢമന്ത്രമാണ്, ശിപാർശയാണ്. ശിപാർശ. ഓക്കെ, അടുത്ത് നോക്കാം. വാൽമീകി. വാൽമീകി എന്ന എങ്ങനെയാ എഴുതുന്നത്? വാൽമീകി. വാൽമീകി എന്ന് പഠിച്ചു വെക്കുക. വാൽമീകി. വാൽമീകി. ഓക്കെ, ല് ആണ്, ഇൽ അല്ല, ല് ആണ് വരുന്നത്. അടുത്തത് വാഞ്ച. ഞാ പ്ലസ് ഛായാണ് വരുന്നത്. വാഞ്ച. ഞാ പ്ലസ് ഛാ ആണ് വരുന്നത്. കെട്ടുള്ള ഛായാണ് വാഞ്ച. അടുത്തത് ഹൃത്യം. ഹൃത്യം എന്നെഴുതുന്നത് ഏത് ദായാണ്? ബാ പോലത്തെ ദായാണ് ഹൃത്യം. അടുത്തത് ജാള്യം. ജാള്യം. അതുപോലെ ആധ്യാത്മികം, നിർണയം, ഈ വാക്കുകളെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനും അതുപോലെ SCERT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നത്. വാൽമീകി, അതുപോലെ വാഞ്ച, ഹൃദ്യം, ജാള്യം, ആധ്യാത്മികം, നിർണയം. നിർണയത്തിന് 2 ണായാണ് വരുന്നത്. അടുത്തത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഇതിൻ്റെ കൂട്ടത്തും ഇതിന് മുമ്പ് ഞാൻ ഇപ്പോൾ പഠിപ്പിച്ച കൂട്ടത്തും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ ആരോഗ്യ ശരീരം,
ഓപ്ഷൻ ബി അരോഗ ശരീരം, ഓപ്ഷൻ സി ആരോഗ്യ ശരീരം, ഓപ്ഷൻ ഡി അരോഗ ശരീരം. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റായിട്ട് ആൻസർ നമുക്ക് വരുന്നത്? ചിലപ്പം ആരോഗ്യ ശരീരമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും അല്ലേ. ഇവിടെ ആരോഗ്യ ശരീരം എന്ന് കാണുമ്പോൾ നമ്മൾ അതാണ് പലപ്പോഴായിട്ട് കേട്ടിരിക്കുന്ന ഒരു വാക്ക്, ആരോഗ്യ ശരീരം എന്ന്. അപ്പോൾ ആരോഗ്യ ശരീരം അല്ല നമുക്കിവിടെ ആൻസറായിട്ട് വരുന്നത്. ഏതാണ്? അരോഗ ശരീരമാണ്. അരോഗ ശരീരമാണ് ആൻസർ. അരോഗ ശരീരം എന്ന് വെച്ചാൽ എന്താണ്? രോഗമില്ലാത്ത ഒരു ശരീരമാണ് അരോഗ ശരീരം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്കു മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അതേത്? ഓപ്ഷൻ എ നിഘണ്ടു, ഓപ്ഷൻ ബി ലേഖകൻ, ഓപ്ഷൻ സി ശബ്ദം, ഓപ്ഷൻ ഡി കൃത്യനിഷ്ഠ. അപ്പം നമ്മളിപ്പോൾ പഠിച്ചു വന്ന കൂട്ടത്തിൽ നമുക്കിപ്പോൾ ഐഡിയ കിട്ടിയോ? നിഘണ്ടു എങ്ങനെയാണ് എഴുതുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. ഏതാണ്? നീ ഘടികാരത്തിൻ്റെ ഗായം അതുപോലെ ചെണ്ടയുടെ ഡായാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിഘണ്ടു ഇങ്ങനെയാണ് എഴുതുന്നത്. നിഘണ്ടു അല്ലാന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അടുത്തത് ലേഖകൻ. ലേഖകൻ നമ്മളിപ്പോൾ പഠിച്ചോ? ഇല്ല. അപ്പം നമുക്കതറിയില്ല. ശബ്ദം. ശബ്ദം നമ്മളിപ്പോൾ പഠിച്ചായിരുന്നു. എങ്ങനെയാണ് എഴുതുന്നത്? ശബ്ദം എന്ന് എഴുതുന്നത് ഈ ദായാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. ശബ്ദം അങ്ങോട്ട് നോക്കി നിൽക്കുന്ന ദായാണ് ശബ്ദത്തിന് വരുന്നത്. അടുത്ത കൃത്യനിഷ്ഠ. കൃത്യനിഷ്ഠ നമ്മൾ പഠിച്ചിട്ടില്ല. കൃത്യനിഷ്ഠ വരുന്നത് കൃ ആണ് കേട്ടോ. കൃത്യനിഷ്ഠ. കൃത്യനിഷ്ഠയാണ്. നിഷ്ഠ ഠായാണ് അവസാനം വരുന്നത്. ഏതാണ്? കൂടിയിരിക്കുന്ന ഠായാണ്. കൃത്യനിഷ്ഠ കൂടിയിരിക്കുന്ന ഠായാണ് വരുന്നത്. ഓക്കെ, അടുത്ത ലേഖകൻ. ലേഖകൻ എന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള വാക്ക്. ലേഖകൻ എന്നതാണ് ശരിയായിട്ടുള്ള വാക്ക്. ഏത് ഗായാണ്? നല്ല കനമുള്ള ഗായാണ് അല്ലേ. നല്ല കനമുള്ള ഗായാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലേഖകൻ. അതുപോലെ അഖിലം. അഖിലം എന്നെഴുതുന്നത് എങ്ങനെയാണ്? നഖത്തിൻ്റെ ഗായാണ് അഖിലം. അഖിലം ലേഖകൻ എന്നിവയ്ക്കല്ല, നഖത്തിൻ്റെ ഗായാണ്. ഓക്കെ, അടുത്തത് ശരിയായ വാക്കുകൾ ഏത്? 1 രക്ഷകർത്താവ്, 2 രക്ഷാകർത്താവ്, 3 ഹാർദവം, 4 ഹാർദം. ഓപ്ഷൻ എ 1ഉം 3ഉം ശരിയാണ്, ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്, ഓപ്ഷൻ സി 1ഉം 4ഉം ശരിയാണ്, ഓപ്ഷൻ ഡി 2ഉം 4ഉം ശരിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് രക്ഷകർത്താവ് എന്നതായിരിക്കും ശ്രദ്ധയിൽ പെടുക. നമ്മൾ വിചാരിക്കും രക്ഷകർത്താവാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള വാക്ക് രക്ഷാകർത്താവാണ് കേട്ടോ. നമ്മൾ ലെറ്ററൊക്കെ എഴുതുമ്പോൾ രക്ഷാകർത്താവ് എന്നാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെയാണ് ഹാർദം. ഹാർദവമല്ല, ഹാർദമാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ രക്ഷാകർത്താവ് അതുപോലെ ഹാർദമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ഏതാണ് വരുന്നത്? 2ഉം 4ഉമാണല്ലേ കറക്റ്റ്. 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. രക്ഷാകർത്താവാണ്. അതുപോലെയാണ് ഹാർദം. ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വാക്യശുദ്ധിയിലും ചോദിക്കാറുണ്ട്. ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ശരിയായ പദം കണ്ടെത്തുക. ഇവിടെ ചോദിച്ചിട്ടുണ്ട് കവിയത്രി, കവിയിത്രി, കവായിത്രി, കവയിത്രി. അപ്പം നിങ്ങൾക്ക് കിട്ടിയോ? ആൻസർ കിട്ടി കാണുമല്ലോ. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ കവിക്ക് അവസാനം 1 വള്ളിയാണ്, കവയിത്രിക്ക് അവസാനം 2 വള്ളിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് ഓപ്ഷനിൽ വരുന്നത്? ഓപ്ഷൻ ഡി ആണല്ലേ. ഓപ്ഷൻ ഡി ആണ്. കവയിത്രിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. കവയിത്രി. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? 1 അടിമത്തം, 2 ഐച്ഛികം, 3 ആചാനബാഹു. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാ? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 മാത്രം ശരി, ഓപ്ഷൻ ബി 1ഉം 2ഉം ശരി, ഓപ്ഷൻ സി 3ഉം തെറ്റ്, ഓപ്ഷൻ ഡി 3ഉം ശരി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പദങ്ങളിൽ ശരിയായവ ഏവ? ഈ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായിട്ടുള്ള പദം ഏതാണ്? അടിമത്തമാണ്. അടിമത്തം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അടിമത്തം. അടിമത്തം. അതുപോലെ കേമത്തം, വഷളത്തം, വങ്കത്തം, ഇതിനെല്ലാം തമ്മാണ് വരുന്നത്. അടി കിട്ടിയിട്ട് തലയ്ക്ക് ഒരു മത്തായിരിക്കും. നമുക്ക് തലയ്ക്ക് അടി കിട്ടുമ്പോൾ തലയ്ക്കൊക്കെ ഒരു മത്ത് പിടിക്കില്ലേ? അപ്പോൾ അടിമത്തം. അടി കിട്ടിയിട്ട് നമുക്ക് തലയ്ക്ക് മത്ത് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അടിമത്തമാണ്. അതുപോലെ വഷളത്തമാണ്
കേമത്തമാണ്. ഓക്കെ, എല്ലാം തമ്മാണെന്ന് ഓർത്ത് വെക്കുക. അടുത്തത് ഐശ്ചികം. ഐച്ഛികം എന്നെഴുതുന്നത് എങ്ങനെയാണ്? അച്ഛൻ്റെ ചായാണ് ഐശ്ചികത്തിന് വരുന്നത്. ഏതാണ്? അച്ഛൻ്റെ ചായാണ് ഐശ്ചികം. അച്ഛൻ്റെ ചായാണ് ഐച്ഛികത്തിന് വരുന്നത്. അതുപോലെ യാദൃച്ഛികം. യാദൃച്ഛികം ഏതാണ്? അച്ഛൻ്റെ ചായാണ് യാദൃച്ഛികം. അതുപോലെ ശിരച്ഛേദം. ശിരച്ഛേദം ഏതാണ്? അച്ഛൻ്റെ ചായാണ് വരുന്നത്. ഓക്കെ, അടുത്തത് ആജാനബാഹു. ആജാനബാഹു അല്ല, ആജാനുബാഹു ആണ്. ഏതാണ്? ആജാനുബാഹു. ആജാനുബാഹു ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ട്? ഒന്നാമത്തെ, അതായത് അടിമത്തം മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രമാണ് നമുക്കിവിടെ ശരി. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ എ പ്രായച്ചിത്തം, ഓപ്ഷൻ ബി പ്രായച്ചിത്തം, ഓപ്ഷൻ സി പ്രായച്ചിത്തം, ഓപ്ഷൻ ഡി പ്രായച്ചിത്തം. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പദം ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്, പ്രായശ്ചിത്തമാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്, പ്രായശ്ചിത്തം. പ്രായശ്ചിത്തമാണ് ആൻസർ. അടുത്തത് താഴെ നൽകിയിട്ടുള്ളവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ എ തഥാഗതൻ, ഓപ്ഷൻ ബി തഥാഗതൻ, ഓപ്ഷൻ സി തഥാഗതൻ, ഓപ്ഷൻ ഡി തഥാഗതൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? നമുക്ക് തഥാഗതൻ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ കുറേ ദാ വന്നിട്ടുണ്ടല്ലേ, സംശയം ഉണ്ടാക്കുന്ന ഒരു വാക്ക് തന്നെയാണ് തഥാഗതൻ. ഏതാണ്? നമ്മൾ പഠിച്ചായിരുന്നു, രഥത്തിൻ്റെ ദായാണ് വരുന്നത്. രഥത്തിൻ്റെ ദാ. അപ്പം നമുക്ക് ഇതും എടുക്കാം ഇതും എടുക്കാം. രഥത്തിൻ്റെ ദായാണെന്ന് പറയുമ്പോൾ അടുത്തതോ തത്തയുടെ തായാണ് വരുന്നത്. രഥത്തിൻ്റെ ദായാണ് ആദ്യം വരുന്നത്, അത് കഴിഞ്ഞിട്ട് വരുന്നത് തത്തയുടെ ദായാണ്. ഗതൻ, തഥാഗതൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ. രഥത്തിൻ്റെ ദായും അതുപോലെ തത്തയുടെ തായുമാണ് നമുക്ക് വരുന്നത്. തഥാഗതനാണ്. തഥാഗതൻ. ഓക്കെ, അടുത്തത് ശരിയായ പദനിര കണ്ടെത്തുക. ഓപ്ഷൻ എ സമ്രാട്ട്, ഓപ്ഷൻ എ സമ്രാട്ട്, തത്വം, കഥനം. ഓപ്ഷൻ ബി മൂടൻ, ഗ്രന്ഥി, ബിരുദം. ഓപ്ഷൻ സി ചേതൽ, മിറ്റം, എങ്ങിനെ. ഓപ്ഷൻ ഡി അടിമത്വം, ഐച്ഛികം, ആവശ്യം. എങ്ങനെയാണ് ശരിയായിട്ടുള്ള പദനിര നമ്മൾ കണ്ടെത്തുക? ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ചെതലല്ല. എങ്ങനെയാണ്? ചിതലാണ്. ചെതലല്ല, ചിതലാണ്. അതുപോലെ മിറ്റമല്ല, മുറ്റം. മിറ്റമല്ല, മുറ്റമാണ്. ഇവിടെ അതുപോലെ അടിമത്തം. അടിമത്തം എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അടി കിട്ടിയിട്ട് തലയ്ക്ക് മത്ത് പിടിച്ചിരിക്കുകയാണ് നമ്മൾ പഠിച്ചു അല്ലെ. അതുപോലെ ഐശ്ചികം ഏതാണ്? അച്ഛൻ്റെ ചായാണ് ഐശ്ചികത്തിന് വരുന്നതെന്ന് പഠിച്ചു. ആവശ്യമല്ല, ആവശ്യമാണ്. ആവശ്യമാണ് വരുന്നത്. അടുത്ത ഇവിടെ മൂടൻ. മൂടൻ എന്ന് പറയുമ്പോൾ ഡ ഏതാണ്? കൂടിയിരിക്കുന്ന ഡായാണ് മൂടന് വരുന്നത്. മൂടൻ കൂടിയിരിക്കുന്ന ഡായാണ് മൂടന് വരുന്നത്. അടുത്ത ഗ്രന്ഥി. ഗ്രന്ഥി കറക്റ്റ് ആയിട്ടുള്ളതാണ്. ബിരുദം. ബിരുദം. ബിരുദം എന്ന് എഴുതുമ്പോൾ ഏതാണ്? തിരിഞ്ഞു നിൽക്കുന്ന, അതായത് സൈഡിലോട്ട് നോക്കി നിൽക്കുന്ന ദായാണ് ബിരുദത്തിന് വരുന്നത്. ബിരുദം എന്ന് പറയുന്ന സൈഡിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു ദായാണ്. ഒരു സൈഡിലാണ് ബിരുദം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഏതാ? ഓപ്ഷൻ എ ആണ്, സമ്രാട്ട്. കറക്റ്റ് ആയിട്ടുള്ളതാണ്. തത്വം കറക്റ്റാണ്. കഥനം കറക്റ്റാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ ഇവിടെ വരുന്നത്. അപ്പോൾ സമ്രാട്ടാണ്, സാമ്രാട്ടല്ല സമ്രാട്ടാണ്, തത്വമാണ്, കഥനമാണ്. ചിതൽ, മുറ്റം, മൂഢൻ, ബിരുദം, അടിമത്തം, ഐച്ഛികം. ഓക്കെ, അടുത്തത് ശരിയായ രൂപം ഏത്? ശരിയായ രൂപം. ഓപ്ഷൻ എ ദാഷ്ട്യക്കാരൻ, ഓപ്ഷൻ ബി ദാഷ്ട്യക്കാരൻ, ഓപ്ഷൻ സി ദാഷ്ട്യക്കാരൻ, ഓപ്ഷൻ ഡി ദാഷ്യക്കാരൻ. ഏതാണ് ശരിയായിട്ടുള്ള രൂപം വരുന്നത്? ദാഷ്ട്യക്കാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഹങ്കാരമുള്ള ആൾ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ അഹങ്കാരമുള്ള ദായാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അഹങ്കാരമുള്ള ദായാണ്, മേപ്പോട്ട് നോക്കി തിരിഞ്ഞു നിൽക്കുന്ന ഒരു ദായാണ്. മേപ്പോട്ട് നോക്കി നിൽക്കുന്ന ദായാണ് ദാഷ്ട്യക്കാരൻ. ഓക്കെ, അപ്പോൾ ഇവിടെ മേപ്പോട്ട് നോക്കി നിൽക്കുന്ന അഹങ്കാരം പിടിച്ച ദാഷ്ട്യക്കാരനാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ഡ വരുന്ന ഏതാണ്?
അത് വളഞ്ഞിട്ടുള്ള ഡായാണ് വരുന്നത്. വളഞ്ഞിട്ടുള്ള ഡായാണ് ദാഷ്ട്യക്കാരന് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത്രയും വാക്കുകൾ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക, ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താതെ വളരെ വൃത്തിയായിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ ആൻസർ ചെയ്യുക. ഓരോ വാക്കുകളും കറക്റ്റായിട്ട് ഓർത്തിരിക്കുക, ഓരോ അക്ഷരങ്ങളും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ബ്ലിസ് ടു ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യുക. മലയാളം ക്ലാസ്സസ് എല്ലാവരും കറക്റ്റായിട്ട് ആ ഒരു ഓർഡറിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ, അടുത്ത പദശുദ്ധി ക്ലാസ്സിൽ വീണ്ടും കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ പുതിയ പദങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.